ഈ അങ്ങാടിയിൽ എത്ര പള്ളി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ നാട്ടിൽ ആ കൊടിയത്തൂർ 5 പള്ളിയാണ്. എപിക്കൊന്ന്, ഈക്കൊന്ന്, മുജാഹിദിനൊന്ന്, ജമാഅത്തിനൊന്ന്, പ്രവാചകന് ശേഷം നബി ഉണ്ട് എന്ന് പറഞ്ഞ അഹമ്മദിയാക്കളും ഞങ്ങളുടെ നാട്ടിൽ കാളികാവിലുണ്ടാവും, കരളായുണ്ടാവും. അവരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ 5 പള്ളി. എങ്ങനെ ഈ പള്ളി ഉണ്ടാക്കിയത്? ലീഗുകാർ പറയും ഗൾഫിൽ നിന്ന് പണം അയച്ചിട്ട് അല്ലെങ്കിൽ വക്കഫ് ചെയ്തിട്ട്. വക്കഫല്ല എന്ത് കുന്തം ചെയ്തിട്ടും കാര്യം ഈ മണ്ണിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. എന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? 1921 നിങ്ങൾ പാടണേ. 1921 അന്ന് നമ്മള് ഈ മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. ഞാൻ ഒരു സ്ഥലത്ത് മുമ്പ് ഈ പാട്ട് പാടിയപ്പം ബാക്കിൽ ഒരു ലീഗിന്റെ കാക്ക ഇങ്ങനെ തലാട്ടുണ്ട്. മൂപ്പര് വിചാരിച്ചത് മോയിൻകുട്ടി വൈദ്യർ എഴുതിയെന്ന. അല്ല, ഇതെഴുതിയ മനുഷ്യന്റെ പേര് സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ലേ? പാട്ടുകാരനെ അവിടെ ഇരിക്കുന്നു. കൃത്യമായി കൈരളിയിൽ പാട്ടാരെ എഴുതിയെന്ന് ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളുടെ മുമ്പിലാ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? ആ കമ്പളത്ത് ഗോവിന്ദൻ നായരെ പോലീസ് വിളിച്ചുകൊണ്ടുപോയി കുണ്ടോട്ടി സ്റ്റേഷനിലിട്ട് അടിച്ചിട്ട് കൈവിരൽ മുറിച്ചു. എഴുതിയ കൈവിരല്. ഈ കവിത പ്രസിദ്ധീകരിച്ചതിനാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടിയത്. മനസ്സിലായി നിങ്ങൾക്ക്? ഇനി പള്ളി ഉണ്ടാക്കണ്ട. പിന്നെ മമ്പറം മക്കാമിൽ ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഈ സഭ നടക്കുന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നല്ലോ. എന്തേ നിയമം മാറ്റാൻ ഈ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നേ? 1950 പിന്നെ ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, കാമരാജ് മുഖ്യമന്ത്രിയായി, ലീഗിന് 5 MLA-മാർ, 6 ഉപ്പി സാഹിബ്, സീരി സാഹിബ്, പോക്കരി സാഹിബ്, ചടയൻ സാഹിബ്, മറ്റേ സാഹിബ്, മറിച്ചേ സാഹിബ് 6. മനസ്സിലായി? എന്നാൽ ഈ പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നില്ല. 1957 ഏപ്രിൽ 5 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റ് ഒരുപാട് പരിഷ്കാരം കൊണ്ടുവന്ന സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഏപ്രിൽ 25 ഇവിടെ വരുന്നു. എവിടെ? പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ സ്വീകരണം കഴിഞ്ഞ് EMS പോകുമ്പോ കുറെ ആളുകൾ EMS-ന്റെ അടുത്തെത്തിയിട്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തിട്ട് ആ നിവേദനം വായിച്ച് സഖാവ് EMS പറഞ്ഞു. എന്താ നിവേദനം വായിച്ചിട്ട് പറഞ്ഞത്? വഖഫ് ചെയ്ത ഭൂമിയും വയറിൽ പറഞ്ഞ പണവും ഉണ്ടായിട്ടും പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ അത് സ്ഥാപിക്കാൻ മദിരാശിയിലേക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞ മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തില്ല എന്നാ പറഞ്ഞ. ഏപ്രിൽ 25 മെയ് 25 നിയമം കൊണ്ടുവന്നില്ല. മെയ് കഴിഞ്ഞു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ജൂൺ മാസം 7-ാം തീയതി 1957 ജൂൺ മാസം 7-ാം തീയതി സഖാവ് EMS-ന്റെ ഗവൺമെന്റ് ഉത്തരവ് കൊണ്ടുവന്നു പള്ളി ഉണ്ടാക്കാൻ. അതിന്റെ കോപ്പിയാണ് ലീഗ്. ഇത് സംശയം ഉണ്ടോ? ലീഗിന് ജമാഅത്തിന് ഇവിടെ കൊടുക്കും. നിയമം വായിക്കേ, അല്ലെങ്കിൽ കേസ് കൊടുക്കും കോടതിയിൽ. ഗവൺമെന്റിന്റെ സർക്കാർ ഉത്തരവ് എത്രയാ നമ്പർ? MA 4/16/410/57/PD. മനസ്സിലായോ? നമ്മുടെ നാട്ടില് പള്ളി ഉണ്ടാക്കാനേ നിയമം കൊണ്ടുവന്ന് നിങ്ങൾ പറഞ്ഞ ജാതി മതം ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാര്